നമസ്കാരം. നമസ്കാരം. ഇന്ന് രാജീവ് ഇവിടെ സംസാരിക്കാൻ നിങ്ങൾക്ക് കിട്ടേണ്ട വിഷയം പല സംഘടനകളെ പറ്റി, സ്പോർട്സ്, രാഷ്ട്രീയം, സമുദായ സംഘടനകൾ പുറമേ കാണുന്ന മുഖമല്ല ആ സംഘടനയുടെ പ്രവർത്തനങ്ങളിലേക്ക് ആഴത്തിലേക്ക് കടന്നില്ല നമ്മൾ കാണുന്നു. അപ്പോൾ ശ്രീനാരായണ ഗുരുവിൻ്റെ പേരിലുള്ള മഹത്തായ പ്രസ്ഥാനം SNDP സാധാരണ മനുഷ്യൻ്റെ മനസ്സിൽ സങ്കല്പമുണ്ട്. പക്ഷെ ചില വാർത്തകൾ കാണുമ്പോൾ ചില വാർത്തകൾ പുറത്തു വരുമ്പോൾ നമ്മുടെ മനസ്സിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ സൃഷ്ടിച്ചിരിക്കുന്ന ആ സങ്കല്പത്തിന് കോട്ടം തട്ടുമോ എന്ന് സംശയമുണ്ട്. പ്രത്യേകിച്ചും SNDP യോഗത്തിൻ്റെ മൈക്രോ ഫിനാൻസ് സാമ്പത്തിക ഇടപാടുകൾ സുതാര്യമല്ല എന്ന് കേരളത്തിലെ പൊതുജനങ്ങൾ വിശ്വസിക്കേണ്ട സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. സത്യമാണ്. സത്യമാണ്. അതിനെക്കുറിച്ച് SNDP പറയുമ്പോൾ SNDP ഒരുപാട് ശ്രദ്ധേയമായ സവിശേഷതകളുള്ള പ്രസ്ഥാനമാണ്. കേരളത്തിലെ ഏറ്റവും പഴയ ഒരു സമുദായ സംഘടന, ഗുരുദേവൻ ഇരുന്നപ്പോൾ അതിൻ്റെ പ്രസിഡൻ്റായിരുന്ന സംഘടന, ഏറ്റവും അധികം പട്ടിണിപ്പാവങ്ങളുള്ള സംഘടന ഉണ്ടായിരുന്ന സംഘടന, പട്ടിണിപ്പാവം ഉണ്ടായിരുന്നു. അതായത് ആ സംഘടന അന്ന് തീണ്ടലിലും തൊടിയിലുമായി എഴുതിയ കേരളത്തിൽ നവോത്ഥാനം നയിച്ച സംഘടന. ആ സംഘടന കഴിഞ്ഞ് 30 വർഷമായിട്ട് കൈയടക്കി വച്ചിരിക്കുന്നത് ശ്രീനാരായണ ഗുരുദേവൻ എന്തൊക്കെ പറഞ്ഞു ആ പറഞ്ഞതിന് ഘടകവിരുദ്ധമായി പ്രവർത്തിക്കുന്ന ഒരു കരങ്ങളിലാണ് പോയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ രീതികൾ ഒരു വളരെ വൈപുല്യമായ രീതിയിൽ വിവിധ തരങ്ങളിലാണ് അതിന് കൊള്ളയടിക്കപ്പെട്ടത്. അതിൻ്റെ ജനാധിപത്യ സ്വഭാവം നശിപ്പിച്ചു, അതിൻ്റെ സാമുദായിക സാംസ്കാരിക സംവിധാനം നഷ്ടപ്പെടുത്തി, അതിൻ്റെ ലക്ഷ്യം തകർത്തു, സാമ്പത്തികമായിട്ടും തകർത്തു. ഏറ്റവും അവസാനം അവസാനത്തെ സാധാരണ ഈ വലിയ കുടുംബങ്ങളിലൊക്കെ ഈ കുടുംബം കുളന്നുകൊണ്ടെന്ന് പറയില്ലേ, അതിൻ്റെ അടിത്തറ മണ്ണ് മാന്തി വിറ്റു. അവസാനത്തായിപ്പോൾ ആസ്ഥാന മന്ദിരം ഒരു ജപ്തിയിലാണ്. ഇതിൻ്റെ വളരെ പ്രത്യേകത ജനങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അറിയില്ല, സാധാരണക്കാർക്ക് അറിയില്ല. ഇത് വലിയ പ്രൊപ്പഗൻഡ കൊടുത്തുകൊണ്ട് ഒരു വർഷം 4-5 പ്രാവശ്യം വെള്ളപ്പള്ളി നടേശന് സ്വീകരണം കൊടുക്കാറുണ്ട്. ഈ സ്വീകരണത്തിൽ ജനങ്ങൾ മറങ്ങിപ്പോൾ അതായത് കേരളത്തിലെ ഏറ്റവും വലിയ പ്രസ്ഥാനമാണ്. കേരളത്തിലെ നമ്മൾ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ജനങ്ങൾ ഇത് വശംബദ്ധരായിപ്പോയി. നമ്മുടെ അഭിമാനം പറഞ്ഞുണ്ടാക്കി. അത് ഹിറ്റ്ലർ എങ്ങനെയായിരുന്നു ഈ ഞങ്ങൾ ഈ ജർമ്മൻകാരാണ് ലോകം നയിക്കേണ്ടതെന്ന് പറഞ്ഞ പോലെ എന്ന് പറഞ്ഞ SNDP കാരൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ സംഘടനയാണ് നയിക്കേണ്ട വികാരം ഉണ്ടാക്കി കൊടുത്തിട്ട് മറ്റു ജാതികളെയൊക്കെ അധിക്ഷേപിക്കുക. അല്ല, അതിൽ ഇതിങ്ങനെയുള്ളവർക്ക് ആദ്യം വേണ്ടത് സമുദായത്തിലെ അല്ലെങ്കിൽ സംഘടനയിലെ ഭൂരിപക്ഷ അംഗങ്ങൾക്ക് ഒരു ശത്രുവിനെ ഉണ്ടാക്കി കൊടുക്കണം, തെറി പറയാനായിട്ട്. അതെ, ആ ശത്രുവിനെ ഉണ്ടാക്കി കൊടുക്കുന്ന കാര്യത്തിൽ വെള്ളാപ്പള്ളി നടേശൻ ഇതുവരെ വിജയിച്ച് നിൽക്കുക. ഓരോ സമയത്ത് ഓരോ ശത്രു ഈ ശത്രുക്കൾ മാറി വന്നിട്ടിരിക്കും. ശരിക്കും ഒരു കാലത്ത് ശത്രുവേ മിത്രമോ അത് ഏറ്റവും വലിയ. അതായത് ഈ ഓരോ ഇദ്ദേഹത്തിനെ കുറിച്ച് നമ്മളൊരു മറുപടി പറയുന്നുണ്ടെങ്കിൽ ഈ മനുഷ്യയെക്കുറിച്ച് അദ്ദേഹം നേരത്തെ പറഞ്ഞെടുത്ത് കോപ്പി ചെയ്താൽ മതി. ഇപ്പോൾ അദ്ദേഹം വെള്ളാപ്പള്ളി നടേശൻ നമ്മൾ മറുപടി പറയേണ്ട ആവശ്യമില്ല. അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ നേരത്തെ അയാൾ പറഞ്ഞെടുത്താൽ മറുപടിയായി നമുക്കൊന്നിനും മറുപടിക്കെങ്കിലും പോകണ്ട. ഞാൻ പറഞ്ഞു വരുന്ന പോയിന്റ് അവിടെയല്ല. ഇവിടെ സംഘടന ഞാൻ നേരത്തെ പറഞ്ഞ ഏറ്റവും വലിയ പട്ടിണിപ്പാവങ്ങൾ ജീവിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് SNDP യോഗങ്ങൾ. അപ്പോൾ അതിനെ രക്ഷിക്കാൻ വേണ്ടി വെള്ളാപ്പള്ളി നടേശൻ ആവിഷ്കരിച്ചൊരു പദ്ധതിയാണ് മൈക്രോ ഫിനാൻസ്. അതായത് കേരളത്തിലെ വെള്ളാപ്പള്ളി നടേശന് മാത്രമല്ല NSS, MES, അതിൽ ഇതരമായ എല്ലാ പ്രസ്ഥാനങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെയൊക്കെ ധാരണ അതുപോലെ വെള്ളാപ്പള്ളി നടേശൻ കൊടുത്തില്ല, അയാൾ കൊടുത്ത നല്ല കാര്യമില്ല, അദ്ദേഹം ഇത്രയും കൊടുത്ത് ചിന്തിക്കുന്നത്. ഇതിൻ്റെ വലിയൊരു കാരണം എന്ന് പറഞ്ഞാൽ ഇത് മനസ്സിലാക്കേണ്ടത് ഇവിടുത്തെ NSS ആയാലും ഈ മറ്റ് ക്രിസ്ത്യൻ സംഘടനകളൊക്കെ കൊടുത്തിരിക്കുന്ന എല്ലാം SNDP മൈക്രോ ഫിനാൻസിൻ്റെ നിയമങ്ങൾ പാലിച്ചുകൊണ്ടാണ്. ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, വെള്ളാപ്പള്ളി നടേശൻ എവിടെ കിട്ടിയാലും വെട്ടിക്കുമെന്നിട്ട് മനസ്സിലാകൊണ്ട് ഇതിൻ്റെ അകത്ത് വലിയൊരു കണ്ടുപിടിച്ചു. അദ്ദേഹത്തിൻ്റെ കഴിവിനെ അംഗീകരിച്ചു. എങ്ങനെയാണ് മൈക്രോ ഫിനാൻസ് വെട്ടിക്കാൻ അദ്ദേഹം കണ്ടുപിടിച്ചു. അതിന് വളരെ രസകരമായ സംഭവം എന്ന് പറഞ്ഞാൽ അദ്ദേഹം തന്നെ പറയുന്നത് 15,000 കോടി രൂപ കൊടുത്തതാണ്. അദ്ദേഹം അതിനും കൂടെ പല പ്രാവശ്യം പത്രസമ്മേളനത്തിൽ പറഞ്ഞത്. SNDP മുൻകഴി എടുത്തുകൊണ്ട് കേരളത്തിലെ പട്ടിണി പാവങ്ങൾക്ക് 15,000 കോടിയുടെ മൈക്രോ ഫിനാൻസ് ലോൺ കൊടുത്തു അദ്ദേഹം പറയുന്നു. എൻ്റെ കാലത്ത് അദ്ദേഹം കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഒരു കോടതിക്ക് നോക്കിയപ്പോൾ 5,000 കൊടുത്താൽ പറഞ്ഞു. എന്തുവാട്ടെ, അതോടൊപ്പം തന്നെ SNDPക്ക് 7,000 ശാഖകളുണ്ട്, 180 യൂണിയനുകളുണ്ട്, 32 ലക്ഷം അംഗങ്ങളുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. എനിക്കറിയാം അദ്ദേഹം അതെന്നെ അങ്ങനെ പറയുന്നതിൻ്റെ ഉദ്ദേശം എന്നാണ് ശാഖാംഗങ്ങളുടെ ഗാംഭീര്യ ശൗര്യ നിലനിർത്തുന്നത്. ആ 30 ലക്ഷം പേർക്ക് അവരുടെ പട്ടിണിപ്പാവങ്ങൾ രക്ഷപ്പെട്ട് കൊടുക്കുന്ന പറഞ്ഞു. നല്ല കാര്യമാണ് കേട്ട്, പ്രത്യക്ഷത്തിൽ യാതൊരു കുഴപ്പമില്ല. അപ്പോൾ ഒരു കാര്യം മനസ്സിലായി, എങ്ങനെയാണ് ഈ മൈക്രോ ഫിനാൻസ് കൊടുക്കേണ്ടത്. ഈ മൈക്രോ ഫിനാൻസിൻ്റെ ഏറ്റവും വലിയ നേട്ടം എന്ന് പറഞ്ഞാൽ ഇതിന് ജാമ്യം വേണ്ട. പട്ടിണിപ്പാവങ്ങൾക്ക് ജാമ്യം കൊടുക്കാനൊരു കാശ് കിട്ടാൻ വേണ്ടി തൊഴിൽ ചെയ്യാനും ജീവിക്കാനും മറ്റു മാർഗ്ഗമില്ല. അപ്പോൾ ഇത് ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ്. ഇതിൻ്റെ പ്രത്യേകത പരസ്പര ബാധ്യതയിലാണ് വരുന്നത്, ജോയിൻ്റ്ലി ആൻഡ് സെവറലി. അതായത് ഇതിൻ്റെ എഗ്രിമെൻറ്റ് വെക്കുന്നത് ഈ 10 പേർ കൂടി ഇപ്പോൾ 10 ലക്ഷം കൊടുക്കുകയാണെങ്കിൽ ഈ 10 ലക്ഷം രൂപയ്ക്ക് ഓരോരുത്തരും ലയബിളായിരിക്കും. ബാങ്കുകാർക്ക് എളുപ്പമുണ്ട്, ഒരാൾ പൈസ അടച്ചില്ലെങ്കിൽ 9 പേരുടെ വീട്ടിൽ പോയി വാങ്ങിച്ചുകൊണ്ട് കൊടുക്കും, ബാങ്കുകാർ ചുമ്മാ ഇരുന്നാൽ മതി. അങ്ങനെ വരുമ്പോൾ SNDPയുടെ കുടുംബ യൂണിറ്റ് മുഖാന്തരം വലിയ രീതിയിൽ ഈ കാര്യം കൊടുത്തു.
നല്ല കാര്യം സാർ. അന്നത്തെ കാലഘട്ടത്തിൽ 36% പലിശയ്ക്കും ബ്ലേഡ് പലിശ കൊണ്ട് മനുഷ്യൻ കഷ്ടപ്പെടുമ്പോഴത്തേക്കാണ് വെള്ളാപ്പള്ളി മൈക്രോ ഫിനാൻസ് എത്തുന്നത്. അവിടുത്തെ വളരെ രസകരമായ സംഭവം, 8% ബാങ്കിന് കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അവർക്ക് കൊടുക്കേണ്ട ആ 8% പലിശയ്ക്ക് തന്നെ കക്ഷികൾ കൊടുത്തിട്ട് അവരിത് 2% സർവീസ് ചാർജ് വാങ്ങാൻ മാത്രം നിയമം അനുശാസിക്കാറുള്ളൂ. അങ്ങനെയാണ് NSS കൊടുത്തിരിക്കുന്നത്, ക്രിസ്ത്യന്മാരെ എല്ലാം കൊടുത്തിരിക്കുന്നത്. സർവീസ് ചാർജ് മാത്രം, സർവീസ് ചാർജ് വാങ്ങാൻ അധികാരമുള്ളൂ. കാരണം ഇതൊരു NGO ആണ്. SNDP എന്നൊരു NGO ആണ്, NSS പോലെ NGO ആണ്. ഇവർ ഈ പൈസ വാങ്ങിയിട്ട് ഉദാഹരണം 10 ലക്ഷം രൂപ ഒരു കുടുംബമായിട്ട് അനുവദിക്കുകയാണെങ്കിൽ ഈ പൈസ ശരിക്കും പറഞ്ഞാൽ അവർ ആ കുടുംബ യൂണിറ്റുകാരാണ് പോയിട്ട് ബാങ്കിൽ പോയി എഗ്രിമെൻറ്റ് വെക്കുന്നത്. എന്നിട്ട് അവരുടെ ലൈബിലിറ്റിയാണ് കൊടുക്കുന്നത്, ജോയിൻലി ആൻഡ് സെവറിൽ നിന്ന് എഗ്രിമെൻറ്റാണ് കൊടുക്കുന്നത്. ഈ പൈസ ശരിക്കും അവർക്കാണ് കൊടുക്കേണ്ടത്. അവിടെ വെള്ളാപ്പള്ളി നടേശൻ ബുദ്ധി പ്രയോഗിച്ചുകൊണ്ട് ഈ 10 ലക്ഷം രൂപ SNDPയിലേക്ക് വാങ്ങുന്നു. SNDP അവർ കിട്ടിയായിട്ട് അവർ ഒപ്പം അങ്ങോട്ട് SNDP വാങ്ങിയിട്ട് റീഡയറക്റ്റ് ചെയ്യുന്നു. SNDP കൊടുത്തായിട്ട് കാണിക്കുന്ന ആ പൈസ കൊടുത്ത് കാണിക്കുമ്പോൾ ഇവിടെ വരുമ്പോഴത്തേക്ക് എഗ്രിമെൻറ്റ് വയലേഷൻ ഉണ്ടാകും. ഉദാഹരണം ബാങ്ക് ഇപ്പോൾ 60 തവണയ്ക്കാണ് കൊടുക്കുന്നതെങ്കിൽ വെള്ളാപ്പള്ളി നടേശൻ 30 തവണയ്ക്കായി മാറ്റും. ഇവരായിട്ട് എഗ്രിമെൻറ്റ് ഉണ്ടാക്കി 30 വേറൊരു എഗ്രിമെൻറ്റ് വെക്കുമ്പോൾ 30 തവണയാക്കും. 30 തവണയാക്കുമ്പോൾ എന്ത് വരുന്നു? ഇവർ കൊടുക്കുന്ന മന്ത്ലി കൊടുക്കുന്ന 10,000 ആണെങ്കിൽ 20,000 അടയ്ക്കേണ്ടി വരും. അതോടൊപ്പം തന്നെ ഈ 8% പലിശയ്ക്ക് 16 ആക്കാറുണ്ട്, 18 ആക്കാറുണ്ട്. ഞാൻ 20 വരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ തെളിവ് തരാം. ഈ പലിശ ബാങ്കിൽ നിന്ന് വാങ്ങുന്ന പലിശയുടെ ഇരട്ടിയും അതിനേക്കാളും പലിശയ്ക്കാണ് ജനങ്ങൾ കൊടുക്കുന്നത്. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, 20% കിട്ടിയാലും ജനങ്ങൾക്ക് സങ്കടമില്ല. കാരണം അവിടെ ഈ ബ്ലേഡ് 36 ബ്ലേഡ് വന്നിരിക്കും. അത് ജനങ്ങൾക്ക് വെള്ളാപ്പള്ളിയുടെ സഹായിച്ചു വരും. കാരണം ഇവിടെ ചെയ്യുന്ന വെട്ടിപ്പോലും മനസ്സിലാക്കുന്നില്ല. 36% പലിശയ്ക്ക് കൊടുക്കുന്ന കാലഘട്ടത്തിലാണ് വെള്ളാപ്പള്ളി ജീവന് കൊടുക്കുന്നത്. നല്ല കാര്യമല്ല, ഞങ്ങൾ പറയും. പക്ഷെ ഇവിടെ മനസ്സിലാക്കേണ്ടത്, പാവങ്ങളെ ഉദ്ധരിക്കാൻ വേണ്ടിയിട്ട് ഈ ബാങ്ക് കേവലം 8% പലിശയ്ക്കും 9% പലിശയും കൊടുക്കുന്ന പൈസയാണ് ഈ കൊടുക്കുന്നത്. അദ്ദേഹം കൊടുക്കുന്നത് ഈ വാങ്ങിയിട്ട് ബാങ്കിലുമായിട്ട്. ഇത് വെള്ളാപ്പള്ളി നടേശന് മാത്രമല്ല, കേരളത്തിലെ 150 യൂണിയനിൽ നടന്ന സംഭവം. ഞാൻ വളരെ ആധികാരികമായിട്ട് പറയുകയാണ്. ഇതിന് വ്യത്യസ്തമായിട്ട് എവിടെയും കൊടുത്ത് പറയുകയാണെങ്കിൽ ഞാൻ നിങ്ങൾ പറഞ്ഞ പരിപാടി പരിഹാരം ഉണ്ടാക്കി തരാം. അപ്പോൾ അങ്ങനെ ഞാൻ പറഞ്ഞു വരുന്നത് 8% പലിശയ്ക്ക് വാങ്ങുന്ന പൈസ 14 മുതൽ 12, 14, 16 ഇങ്ങനെ 20% വരെ കൊടുത്ത രേഖകളുണ്ട്. ഇങ്ങനെ വാങ്ങിക്കഴിഞ്ഞാൽ ആൾക്കാർ കൊടുക്കുകയാണ്. മറ്റത് രണ്ടാമത്തെ വെട്ടിപ്പ് എന്താണ്? തവണയിൽ കുറവ് കാണിക്കുക. ഈ തവണയിൽ കുറവ് കാണിക്കുമ്പോൾ ഒരു വലിയ കുഴപ്പമുണ്ട്. ഈ തവണയിൽ കുറവ് കാണിക്കുമ്പോൾ 60 തവണ കൊണ്ട് കിട്ടുന്ന പൈസ ഇവർക്ക് 30 തവണ കൊണ്ട് കിട്ടുന്നു. അപ്പോൾ ഇപ്പോൾ ഒരു 10 ലക്ഷം എടുക്കുകയാണെങ്കിൽ 5 ലക്ഷം രൂപ ഒറ്റയടിക്കായി വന്നു. ഈ 5 ലക്ഷം രൂപ വേറൊരു ബാങ്കിൽ കൊണ്ടുവിടും. SNDP MFI എന്നൊരു സ്ഥാപനം ഉണ്ട് ഒരു പേരിൽ, അവിടെ കൊണ്ടുപോയിട്ട് അവിടുന്ന് വേറെ ലോൺ കൊടുക്കും. ശരിക്കും അപ്പോൾ നമുക്ക് ഒരു പൈസ കയ്യിലുള്ള കളിക്കുന്ന കളിയെ മനസ്സിലാക്കണം. ബാങ്കിൻ്റെ പൈസ എടുക്കുന്നു, ആ പൈസ കക്ഷികൾ കൊടുത്തിട്ട് അവർ ഇരട്ടി പലിശ വാങ്ങിക്കുന്നു. അതും മാത്രമല്ല അവരുടെ തവണ കൂട്ടി കൊടുക്കുന്നു, പകുതി കയ്യിൽ കിട്ടുന്നു, ആ പകുതി പൈസ കൊണ്ട് വേറെ ബാങ്കിൽ കൊടുക്കും. അടുത്ത നാളിൽ ആത്മഹത്യയുടെ റോയും ഇതേ ഒരു കളിയാണ് കളിച്ചത്. അതായത് അവിടെ ഞാനീ പറഞ്ഞു വരുന്നത് ഇത് വളരെ ആധികാരികം. ഞാനീ പറയുന്നത് ഈ പറയുന്നത് എന്നെ എനിക്കെതിരെ കേസെടുക്കാൻ ഞാനീ പറയുമ്പോൾ ഞാൻ പറഞ്ഞ നിയമവിരുദ്ധമാണെങ്കിൽ വെള്ളാപ്പള്ളി നടേശനിൽ SNDP എനിക്കെതിരെ കേസെടുക്കാൻ പറ്റും. ഞാൻ തുറന്നാലും പറഞ്ഞു. ഈ പൈസ കൊണ്ടുപോയിട്ട് ആർബ ബാങ്കിൽ ഇട്ടു, അവിടുന്ന് SNDP MFI എന്നൊരു വേറെ ലോൺ കൊടുത്തു. ഇവിടെ രസകരം അതല്ല, ഈ ലോൺ കൊടുക്കുന്നതിൻ്റെ പുറത്തൊക്കെ എഴുതുന്നത് പിന്നോക്ക വിഭാഗ കോർപ്പറേഷൻ കിട്ടിയെന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കും. 2 തരം ലോൺ ഉണ്ട്. പിന്നോക്ക വിഭാഗ കോർപ്പറേഷൻ്റെ 15,85,00,000, അത് 3% പലിശ കിട്ടിയ കാശ്. അതിൽ വെട്ടിപ്പാണ് പുള്ളി പിടിക്കപ്പെട്ടത്. ഞാനീ പറയുന്നത് അതെ ഞാനീ പറയുന്നത് 15,000 കോടി രൂപ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞ ഈ 15,000 കോടി രൂപയിൽ ഇന്ന് വരെ ഒരു അന്വേഷണമോ ഒരു പരാതി ഉണ്ടെന്ന് നടപടി ഉണ്ടായിട്ടില്ല. ഞാൻ പറയുന്നത് CBIയും ക്രൈംബ്രാഞ്ചും ഒന്നും വേണ്ട. ഏതെങ്കിലും ഒരു സാധാ പോലീസുകാരൻ കേരളത്തിലെ ഏത് യൂണിയനിൽ ചെന്ന് കടന്നു എന്ന് പരിശോധിച്ച് കഴിഞ്ഞാലും അവർ അറസ്റ്റ് ചെയ്യപ്പെടും. കാരണം ഒന്ന് കുറ്റം, ഒന്ന് സമാന്തര ബാങ്കിങ്. കാരണം നമ്മുടെ ഈ കാലഘട്ടത്തിൽ സമാന്തര ബാങ്കിനടുത്ത് ഒന്ന് വലിയ കുറ്റം. രണ്ടാമത്തെ ഇങ്ങനെ നടത്തെങ്കിൽ മേൽ പലിശ കൊടുക്കണമെന്നുണ്ടെങ്കിൽ മണി ലെൻഡേഴ്സ് ടാക്സ് എടുത്തിട്ടില്ല. മൂന്നാമത് ഇൻകം ടാക്സ് റിട്ടേൺ കൊടുത്തിട്ടില്ല. ഈ ഉണ്ടാകുന്ന വരുമാനം ഒരു കണക്കിലും വന്നിട്ടില്ല. സ്ഥാപനം ഉണ്ടോ എന്ന് പോലും അറിയത്തില്ല. ഇത് അതായത് വ്യാജമായ ഒരു നമ്മളിപ്പോൾ ഇപ്പോൾ വെള്ളാപ്പള്ളിയെ കുറിച്ച് വലിയ ചർച്ച, ഇതൊന്നും കേരളത്തിൽ ആരും ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമാണ്. ഇപ്പോൾ പിടിച്ച കർഷകം എന്താണ്? ഇല്ലാത്ത സ്ഥാപനത്തിൻ്റെ പേര് 15 കോടി നമുക്ക് കൊടുത്താണ്. അപ്പോൾ ആ 2775 സംഘങ്ങൾ വ്യാജ സംഘങ്ങളുടെ പേര് രജിസ്റ്റർ കൊടുത്താണ്. ഇത് അവിടെ അല്ലത്, ഇതൊരു വ്യാജ സ്ഥാപനത്തിൻ്റെ പേര് ഉണ്ടാക്കിക്കൊടുക്കും. ഈ പൈസ കൊടുത്തിരിക്കുകയാണ്, ഞാൻ കോപ്പി ഹാജരാക്കി തരാം. അതായത് ഓരോ സ്ഥാപനം കൊടുക്കുന്ന ഈ ബാങ്ക് അല്ല, ഫെഡറൽ ബാങ്ക് കൊടുത്താറല്ല അവിടെ പറയുന്നത് SNDP MFI ലോൺ കൊടുത്താൽ കാണിച്ചിരിക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കാം, കൊടുക്കാൻ എന്താ അവർക്ക് അധികാരം? ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ട് ഒരു മെയ് അനങ്ങാതെ കാശുണ്ട്, ഒരു മെയ് അനങ്ങാതെ പാവങ്ങളെ സഹായിക്കാൻ പാവങ്ങൾ 8% പലിശ കൊണ്ട് പൈസ വാങ്ങിയിട്ട് 16 മുതൽ 20% പലിശ കൊടുത്തിട്ട് വായ്പ പകുതിയാക്കി ഇരട്ടിയാക്കി വാങ്ങിക്കൊണ്ട് വേറെ ബാങ്ക് കൊണ്ട് വേറെ അവിടുന്ന് പലിശ കൊടുക്കാം. എന്തുമാത്രം ചേർത്തല യൂണിയൻ ഒരു ടിപ്പിക്കൽ എക്സാമ്പിൾ പറയണം. ഞാൻ പരിശോധിച്ചപ്പോൾ ചേർത്തല യൂണിയനിൽ 103 കോടി രൂപയാണ് തുഷാറും മഹേഷിനോട് കൊടുത്തത്. 103 കോടി രൂപ. ഈ 103 കോടി രൂപ കൊടുത്തു കഴിഞ്ഞാൽ എന്തുമാത്രം വേണ്ടി ഒന്ന് ഊഹിച്ച് നോക്കേണ്ടത്. അവിടെ വന്നപ്പോൾ ഞങ്ങൾ പിടിക്കപ്പെട്ടത് അത് കഴിഞ്ഞ രസമതല്ല. ഞാൻ ഈ പറഞ്ഞില്ലേ, ഈ പകുതി അതായത് 60 തവണക്കുള്ള 30 തവണ വാങ്ങുമ്പോൾ ഇരട്ടി പൈസ കൈ കിട്ടില്ല. ഇങ്ങനെ കിട്ടുന്ന പൈസ കൊണ്ട് വേറെ ബാങ്കിലിട്ടു. ആ ബാങ്കിലിട്ടതല്ല ഇവരെന്ത് ചെയ്തില്ല, ഈ പൈസ മടക്കി അടച്ചില്ല.
തിരിച്ചടച്ചില്ല. യൂണിയൻ ബാങ്കിൻ്റെ ഞാൻ തെളിവുകൾ ആവശ്യമില്ല. ആലപ്പുഴ കലവൂർ യൂണിയൻ ബാങ്കിൻ്റെ അക്കൗണ്ടിൽ നിന്ന് മാത്രം 4,42,00,000 രൂപ ഈ ഇങ്ങനെ മടക്കി അടച്ച, അതായത് നമ്മുടെ അംഗങ്ങൾ കൃത്യമായി കൊണ്ട് ബാങ്കിലെ അക്കൗണ്ടിൽ ഞാൻ എസ് കൊടുക്കുകയാണ്, അക്കൗണ്ട് ക്ലോസ് ചെയ്തിട്ട് രേഖയുണ്ട്. എന്നാൽ ഈ പൈസ ബാങ്കിൽ അടച്ചില്ല. അങ്ങനെ ഇതിൻ്റെ 30, അപ്പോൾ അവർക്ക് പിടിക്കുന്ന 30 തവണ പിടിക്കേണ്ട ആവശ്യമില്ല, 60 തവണയിൽ അവർ. അപ്പോൾ ഈ 30 തവണ വരെ ഒന്നും വന്നുകൊണ്ടിരുന്നില്ല. ഇവർ ക്ലോസ് ചെയ്ത് കഴിഞ്ഞപ്പോഴേ 60ാമത്തെ തവണ ഒന്നാമല്ല അവർ കിട്ടാവുന്നപ്പോൾ ബാങ്കുകാരും ബാങ്കിൻ്റെയും കളകൾ. അവിടെയാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തത്. അവിടെ ഇവർ സംഭവിച്ചത് 60 മാസത്തേക്ക് ബാങ്ക് കൊടുക്കുന്ന എമൗണ്ട് ലോണ് 30 മാസം കൊണ്ട് ഇവർ തിരിച്ച് മേടിക്കുക ചെയ്യുന്നത്. അപ്പോൾ ബാങ്കിന് ഇത് ഡ്യൂ ആകുന്ന ശരിക്കും 60 മാസം ആകുമ്പോഴേ ഉള്ളൂ. ബാങ്ക് ഒരു അന്വേഷണം ഇവർ നടത്തേണ്ട ആവശ്യമില്ല. കാരണം 60 മാസം വരെ ബാങ്കിന് വെയിറ്റ് ചെയ്യാം. ആ സമയത്ത് ബാക്കി പൈസ കൊണ്ട് ഇവർക്ക് മറിക്കുകയും ചെയ്യും. ഇല്ല, അപ്പോൾ ബാങ്ക് ചോദിച്ചപ്പോൾ അവസാനം ഇത് വന്നപ്പോൾ ഈ പ്രശ്നങ്ങളാക്കി ഞങ്ങൾ ഇത് വന്നപ്പോഴത്തേക്ക് ഈ പറഞ്ഞ 1200 കുടുംബങ്ങൾക്ക് 4,42,00,000 ഈടാക്കുന്ന കുടുംബങ്ങൾക്ക് ജപ്തി നോട്ടീസ് അയച്ചു. അപ്പോൾ ഇത് കേരളത്തിൽ അടുത്ത പരിപാടി. അപ്പോൾ ഇവിടെ ഞങ്ങൾ ചേർത്തല മാത്രം കൊണ്ട് ഇവരെ കൊണ്ട് അടൂരിൽ ആദ്യം പ്രശ്നമുണ്ടായി. അടൂർ ആ ഭാഗത്താണ് അടൂരുണ്ടായിട്ടുണ്ട്, മണ്ണൂത്തിയിലുണ്ടായിട്ടുണ്ട്, കോട്ടയത്ത് ഏറ്റവും വെട്ടിപ്പണത്തേക്കെന്ന്, അങ്ങനെ എല്ലാ സ്ഥലത്തും ഉണ്ടായിട്ടുണ്ട് കേരളത്തിൽ. അത് ഇവിടെയൊക്കെ രസം ഇവിടെ നിന്ന് പുറത്ത് പറയാറില്ല. ഇത് വന്നപ്പോഴേ എന്ത് വരും, ഞങ്ങൾ സമരം ചെയ്ത ആൾക്കാർ വന്ന് കൂടി, അതായത് അവിടുത്തെ മൈക്രോ ഫിനാൻസിൻ്റെ ആൾക്കാർ SNDP യോഗത്തിൻ്റെ ചേർത്ത യൂണിയൻ്റെ ഓഫീസിൽ കയറി കഞ്ഞിവെപ്പ് സമരം ചെയ്ത് കഴിയുമ്പോൾ ഇടപെട്ട് വന്നു. അങ്ങനെ വന്നപ്പോഴത്തേക്ക് അവിടെ രസകരമായ വലിയൊരു വെട്ടിപ്പിലേക്കാണ് വരുന്നത്. അങ്ങനെ വരുമ്പോൾ ഇവർ കൊടുക്കാതിരിക്കാൻ പറ്റും. വന്നപ്പോഴെന്ത് ചെയ്തു, ഇവർ നേരെ യൂണിയൻ ബാങ്കായിട്ട് ഒരു ചർച്ച നടത്തി. അപ്പോൾ ശരിക്കും ഇപ്പോഴത്തെ വായ്പ അടയ്ക്കാതിരുന്ന് എന്ത് ചെയ്യാൻ പറ്റും, അവർക്ക് 1 ഡേ സെറ്റിൽമെൻറ്റ്. സത്യത്തിൽ 1 ഡേ സെറ്റിൽമെൻറ്റ് ആവശ്യമുണ്ടോ? കാരണം ഇവർ കൃത്യമായിട്ട് ഈ 1 ഡേ സെറ്റിൽ ഉണ്ടെങ്കിൽ ഈ തുക ആർക്ക് കിട്ടുന്നതാണ്? ഇവർ കൃത്യമായിട്ട്, അതായത് ഈ പറഞ്ഞ ലോൺ എടുത്തവരെല്ലാം കൃത്യമായി SNDP അടച്ച അക്കൗണ്ട് ക്ലോസ് കൈയിരിക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ 1200 കുടുംബങ്ങൾ ആവശ്യമില്ല. ഇവർ സെറ്റിൽമെന്റ് 1,80,00,000 സെറ്റിൽ ചെയ്തു. അതല്ലാവും ആ സെറ്റിൽ ചെയ്ത് അവിടെയല്ല ഈ പൈസ എവിടുന്ന കൊടുക്കേണ്ടത്? ഈ 4,42,00,000 രൂപ SNDP യൂണിയൻ അടച്ചത് അന്നത്തെ ഭാരവാഹികളായ തുഷാർ വെള്ളാപ്പള്ളിയും മഹേശനും ചേർന്ന ഭാരവാഹികളാണ്. ആ ഉത്തരവാദിത്വം പറഞ്ഞവരല്ല ആരായാലും. മഹേശൻ മരിച്ചുപോയി. ഇനി അത് കഴിഞ്ഞ് മഹേഷ്, അപ്പോൾ അങ്ങനെ വന്നപ്പോൾ തുഷാർ വെള്ളാപ്പള്ളി മഹേശൻ മരിച്ചതിൻ്റെ 2ാം ദിവസം പറഞ്ഞു മഹേശൻ 15 കോടി വെട്ടിച്ചെന്നാണ് പറഞ്ഞു. അന്ന് തലേദിവസം വെള്ളാപ്പള്ളി ദിവസം പറഞ്ഞത് മഹേശൻ 1 പൈസ വെട്ടിച്ചില്ലെന്ന് പറഞ്ഞു. അങ്ങനെ മഹേശനെതിരെ കേസ് കൊടുത്തു. 3,39,00,000 രൂപ ചേർത്തല യൂണിയൻ നഷ്ടം വന്നവർ കേസ് കൊടുത്തു. ആ കേസ് ഇപ്പോഴും നിലനിൽക്കുകയാണ്. അങ്ങനെ മരിച്ചില്ലേ? അതെ, അങ്ങനെ വരുമ്പോൾ ആ കേസ് നിൽക്കുമ്പോഴത്തേക്ക് മഹേശന് അങ്ങനെ വരുമ്പോൾ ഒരു വലിയൊരു അപകടമുണ്ട്. ഈ 5 കൊല്ലവും തുഷാർ വെള്ളാപ്പള്ളി കൺവീനറും ചെയർമാനും മഹേശൻ കണ്ണൂരായിട്ടാണ് ഈ ചെക്കുകൾ മുഴുവൻ ഈ കുറഞ്ഞ 103 കോടി രൂപയുടെയും ട്രാൻസാക്ഷൻ നടത്തിയിരിക്കുന്നത്. ഒരു വലിയ പ്രശ്നമുണ്ടല്ലോ. ഇങ്ങനെ മരിച്ചു കഴിഞ്ഞിട്ട് ഒപ്പിട്ടിട്ടുണ്ടോ, ഉപയോഗിച്ചിട്ടുണ്ടോ ചെക്ക്? അതറിയില്ല. അതുകൊണ്ടാണ് എനിക്ക്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഇവിടെ പറയുന്നത്, അങ്ങനെ വന്നപ്പോൾ ഈ തുക ട്രാൻസാക്ഷൻ ചെയ്ത തുക, ഈ തുകയെക്കുറിച്ച് വരുമ്പോൾ എങ്ങനെ മഹേശൻ മാത്രം പ്രതിയാണ്? എങ്ങനെ ഈ 4,42,00,000 രൂപ SNDP കൊണ്ട് കൊടുക്കാൻ പാടില്ല? കാരണം അവിടെ ആളുകൾ കൊടുത്ത പൈസ അല്ലേ. ഇപ്പോൾ ഏറ്റവും വലിയ കുഴപ്പം ഇപ്പോഴത്തെ വന്ന അവിടുത്തെ കൺവീനറായ അനിയപ്പൻ 1,80,00,000 ഈ വീണ്ടും SNDP അക്കൗണ്ടിൽ ബാങ്കിൽ അടച്ചിരിക്കുന്നത്. വളരെ ഗുരുതരമായ കുറ്റം എന്ന് പറയാൻ കാരണം SNDP യൂണിയൻ്റെ സെക്രട്ടറിയുടെ അധികാരം എന്ന് പറഞ്ഞാൽ 1 രൂപ പോലും കൗൺസിലിൻ്റെ അങ്ങേരിൽ മുടക്കാൻ പാടില്ല. 3-4 വർഷമായിട്ട് ഈ അനിയപ്പനെ വെള്ളാപ്പള്ളി നിയോഗിച്ചിരിക്കുക ഒരു ഉദ്യോഗസ്ഥനായിട്ട് വെച്ച്. ശരിക്കും നിയമവിരുദ്ധമാണ്. ആ ഉദ്യോഗസ്ഥന് ശരിക്കും അവൻ്റെ പൈസ മുടക്കാൻ അധികാരമില്ല. വെറും ഉദ്യോഗസ്ഥനാണ് എങ്കിൽ പോലും അദ്ദേഹം ഇപ്പോൾ ഒരു 4-5 കോടി രൂപ അവിടുന്ന് ഇത് മുടക്കിയ പൈസയെല്ലാം നിയമവിരുദ്ധമാണ്. ഈ ചെയ്താലും വലിയ കുഴപ്പമല്ലേ? അതായത് SNDP യൂണിയനിൽ വെട്ടിപ്പ് നടത്തിയ നടത്തിയവർക്കെതിരെ കേസ് നിലനിൽക്കുകയാണ്. അതായത് തുഷാറിനെതിരെ ആയാലും മറ്റുള്ളവരെ കേസ് നിൽക്കുമ്പോഴത്തേക്ക് ആ കേസ് നിൽക്കുന്ന അവരിന്ന് ഈടാക്കി അടയ്ക്കുന്നതിന് പകരം ഈ പൈസ SNDP അക്കൗണ്ട് എടുത്ത് കൊടുത്തു. ഇവിടെ ഏറ്റവും വലിയ രസകരമായ രസം, ഈ കേസിൽ തുഷാർ വെള്ളാപ്പള്ളി പ്രതിയാണ്. മഹേശനും തുഷാറും ചേർന്ന് ജോയിന്റ് അക്കൗണ്ടാണ് പൈസ മുഴുവൻ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ ആദ്യം പറഞ്ഞ അക്കൗണ്ട് ജോയിന്റ്ലി ആൻഡ് സെവറലി എന്ന് പറഞ്ഞ ക്ലോസ് അവിടെയും കാണണം, അവിടെ ഉണ്ടായിരിക്കണം. അങ്ങനെ കൊടുത്തിട്ട് വന്നിട്ടില്ല. ഞാൻ പറഞ്ഞു വരുന്നത് ഈ മൈക്രോ ഫിനാൻസ് ഒരു കേരളത്തിൽ അന്വേഷിച്ച് 15,000 കോടി രൂപ കൊടുത്തതിൽ ശരിക്കും പറഞ്ഞാൽ ഏതാണ്ട് 10% മേലെ പലിശ മേൽപ്പലിശ വാങ്ങിയപ്പോഴത്തേക്ക് കണക്ക് കൂട്ടിയാണ് ഏതാണ്ട് 1,500 കോടി രൂപയോളം കേരളത്തിലെ വിവിധ യൂണിയനുകൾ ഉള്ള ഭാരവാഹികൾ വീതിച്ചെടുത്തിരിക്കുക. വലിയൊരു അപകടം. SNDP നോൺ ട്രേഡിംഗ് കമ്പനി നിലവിൽ ലാഭകരമായിട്ട് ബിസിനസ് ചെയ്യാൻ പാടില്ല. നോ പ്രോഫിറ്റ് നോ ലോസ്. അവിടെ വലിയൊരു അപകടമുണ്ട്. ഇത് കണക്കിൽ കാണിച്ചാൽ ഈ സംഘടന മുന്നോട്ട് പോകാൻ പറ്റില്ല. അതുകൊണ്ടെന്ന് വരും കണക്ക് കൊടുത്തു. 2005 മുതൽ SNDP കണക്ക് കൊടുക്കാനും കാര്യമാണ്. ഇപ്പോൾ കൊടുത്ത കണക്ക് തെറ്റാണത്. ഈ യൂണിയന്റെ കണക്കുകൾ ഒരെണ്ണം പോലും കൃത്യമായ രീതിയിൽ കൊടുക്കാൻ പറ്റില്ല. കൊടുത്താൽ എന്ത് പറ്റും? യൂണിയൻ നിലനിൽക്കില്ല. ഈ മൈക്രോ ഫിനാൻസ് വിതരണം ചെയ്ത കണക്കുകൾ ഏതെങ്കിലും നിയമപരമായി കൊടുത്തു കഴിഞ്ഞാൽ ആ സ്ഥാപനം നിലനിൽക്കില്ല. കാരണം എന്താണ്? SNDP എന്ന പ്രസ്ഥാനത്തിന് ലാഭകരമായി ബിസിനസ് ചെയ്യാൻ പാടില്ല. അപ്പോൾ എന്ത് ചെയ്തു? ഇവർ നല്ല ഈ പൈസ ലാഭമുള്ളവരെന്ത് സമീപിച്ചെടുത്തു.
പട്ടിണി പാവങ്ങളെ കൊള്ളയടിച്ചുകൊണ്ട് ഈ ഭാരവാഹികൾ 150 യൂണിയനിൽപ്പെട്ട മുഴുവൻ ഭാരവും ഞാൻ വളരെ ആധികാരികമായിട്ട് ആരോപിക്കുകയാണ്. ഏതെങ്കിലും ഒരു യൂണിയൻ ഉണ്ടോ ഒരുമാതിരി നേരെ നേരെ ഒരൊറ്റ യൂണിയൻ ഇല്ല. കാരണം അവർ നിൽക്കുക നിലനിന്നാമന്റെ സ്ഥിതിയല്ല. ഇപ്പം ഞാൻ അതിനിടയ്ക്ക് വീണ്ടും ഇടപെടുകയാണ്. അത് തന്നെയാണ് വെള്ളാപ്പള്ളിയുടെ ശക്തി. എല്ലാ യൂണിയൻകാരെയും ഈ കൊള്ളയ്ക്ക് കൂട്ടുനിർത്തുക വഴി ഒരു ബേസ് അയാൾ ഉണ്ടാക്കിയെടുത്തു, സ്ട്രോങ് ബേസ്. ഒരൊറ്റ അളവ് ചെയ്തിട്ട് അതായത് ഇവർ ജോയിന്റ് ലാൻഡ് സവറിലാണ് ഈ വെള്ളാപ്പള്ളി വെട്ടിപ്പണത്തിരിക്കുന്ന ഈ പറഞ്ഞ മുഴുവൻ യൂണിയൻകാർക്കും പങ്കുണ്ട്. ഇല്ലെങ്കിൽ ധൈര്യമായിട്ട് പറയട്ടെ, ഇപ്പൊ ഒരാളെങ്കിലും ഉണ്ടായത് പുറത്ത് പറയുമായിരുന്നു. ഒരാൾ പോലും ഇല്ലാത്ത അവസ്ഥയിലേക്ക്. അപ്പൊ ഇത് ഈ ഗൗരവമായ കാര്യം കേരളത്തിലെ ഒരു സമൂഹവും ഒരു മാധ്യമവും ചർച്ച ചെയ്ത വിഷയമാണ് ഞാനീ പറയുന്നത്. ഇതൊരു മാധ്യമവും ചർച്ച ചെയ്യാൻ ഒരു പത്രത്തിൽ വരില്ല, ഒരു സ്ഥലത്തും വരില്ല. കാരണം എന്താണ്? ഈ പറയുന്ന ഒറ്റയാൾ പോലും പുറത്തേക്ക് വരുന്നത് ഇവർ നടത്തുന്ന ജോയിന്റ് കൂട്ടായും ഒറ്റയായും നടത്തിയ മോഷണത്തിന്റെ ആണ് SNDP ഒന്ന്. അവരെ പ്രൊട്ടക്ട് ചെയ്ത് നിർത്തുന്ന സമുദായത്തിന്റെ ലേബലാണ്. അതെ, അതുകൊണ്ട് അതാണ് രാഷ്ട്രീയക്കാരും പോലീസുകാരൊക്കെ മടിച്ചു നിൽക്കുന്നത്. അതെ, അവിടെയാണ് പ്രശ്നം. അതായത് സംസ്ഥാന സർക്കാരും കേന്ദ്ര ഗവൺമെന്റും ഞാൻ പറഞ്ഞ ഈ മറ്റു കേസുകളൊക്കെ CBIയും എന്നൊക്കെ പറയും, CBIയും ക്രൈംബ്രാഞ്ചും വേണ്ട ഏതെങ്കിലും ഒരു പോലീസുകാരൻ ഏതെങ്കിലും ഒരു യൂണിയനിൽ ഇപ്പോൾ അന്വേഷിച്ചിട്ട് ഞാൻ ഈ പറഞ്ഞ തെറ്റാണെന്ന് തിരുത്താമെങ്കിൽ ഞാൻ ഈ പറഞ്ഞ തിരുത്താം. വെള്ളാപ്പള്ളി നടേശന്റെ SNDP യൂണിയനിൽ കൊടുത്തിരിക്കുന്ന SNDP യോഗം മുഖാന്തരം കൊടുത്തിരിക്കുന്ന മൈക്രോ ഫിനാൻസിൽ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ഞാൻ വെല്ലുവിളിക്കും, എനിക്കൊരു എവിടെയെങ്കിലും ഒരു സ്ഥലം നിയമപരമായിട്ട് ഞങ്ങൾ മൈക്രോ ഫിനാൻസ് വെള്ളാപ്പള്ളി നടേശൻ നാളെ മറുപടി പറഞ്ഞാൽ കേരളത്തിൽ ഞങ്ങൾ കൊടുത്തത് 100% നീതിപൂർവ്വമാണ്, രാജീവ് എന്നാൾ പറയുന്നു തെറ്റാണെന്ന് പറയാൻ തയ്യാറാക്കാൻ ഞാൻ ശിക്ഷ അനുഭവിക്കാൻ തയ്യാറായത്. കാരണം ഞാൻ പറയുന്ന മഹത്തായ ഒരു പ്രസ്ഥാനത്തെ കാണിച്ച അപജയത്തെക്കുറിച്ചാണ് പറയുന്നത്. ആ അപജയത്തിൽ ഏതെങ്കിലും 1% കുറവുണ്ടെങ്കിൽ ഞാൻ അതിന് നിങ്ങൾ പറഞ്ഞ ശിക്ഷ വഹിക്കാൻ തയ്യാറാണ്. വളരെ ആധികാരികമായിട്ടാണ് പറയുന്നത്. കേരളത്തിൽ ഇത് പല ആരും ചർച്ച ചെയ്യാത്ത വിഷയം. കേരളത്തിൽ ഒരാൾ മനസ്സിലാക്കുന്നത് എല്ലാവരും ധരിച്ചു വെച്ചിട്ടുണ്ട് വെള്ളാപ്പള്ളി നടേശൻ കൃത്യമായി ലോൺ കൊടുത്തിട്ടുണ്ട്. ഇതിന് മണി ലെൻഡേഴ്സ് എടുത്തിട്ടില്ല, ഇൻകം ടാക്സ് റിട്ടേൺ കൊടുത്തിട്ടില്ല. അതുപോലെ തന്നെ GST വരും 2000. SNDPക്ക് ഇത് ചെയ്യാനുള്ള പവർ ഉണ്ടോ? ഇല്ല. അല്ല, അതല്ല അവിടെയും പ്രശ്നമുണ്ട്. ഈ 2% കൊടുത്തു പറയാം. ഈ കൊടുത്തെങ്കിൽ 15,000 കോടി 2% കൂട്ടിയിട്ട് അതിന്റെ GST അടയ്ക്കണം, പിടിക്കാം. കാര്യം പല മുസ്ലിം സംഘടനകൾ കയറി GST പിടിച്ചിട്ടുണ്ട് സെൻട്രൽ ഗവൺമെന്റ്, SNDP പിടിച്ചിട്ടില്ല. ഇപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഏതെങ്കിലും ഒരു പോലീസുകാരൻ വന്ന് SNDPയുടെ ഏതെങ്കിലും ഓഫീസിൽ കയറി ഒരു പരാതി കയറി കഴിഞ്ഞാൽ കേരളത്തിലെ സകല യൂണിയനിൽ പിടിക്കും. ഇനി ഏറ്റവും രസകരമായ ഒരു കാര്യം ഞാൻ പറഞ്ഞു. നിങ്ങളെ പറ്റി പറയാൻ പോകുന്നതെന്നാണ് ഞാൻ അങ്ങോട്ട് അഡ്വാൻസ് ആയിട്ട് പറയാം. നിങ്ങൾ ഇവിടെ ഇത് പത്രസമ്മേളനത്തിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ പറഞ്ഞു. ഇന്നയാൾ നമ്മൾ നല്ല ഭംഗിയായിട്ട് നടത്തിക്കൊണ്ട് പോകുന്ന സ്ഥാപനമാണ്, വർഷങ്ങളായിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ്, അതിനെ തകർക്കാൻ വേണ്ടിയുള്ള കള്ളക്കണക്ക പറയുന്നുള്ള രീതിയിലേക്ക് നിങ്ങൾക്കെതിരായിട്ട് അല്ല അത് ഞാൻ അതിന് എവിടെ സാധിക്കുന്നു, എവിടെ പങ്കെടുത്ത് നടക്കുന്നു, എവിടെയാ പങ്കെടുക്കുന്നത് അവർ പറയുന്നു. ഇനിയൊരു കാര്യം ഇനിയിപ്പോൾ ഞാൻ വെള്ളാപ്പള്ളി നടത്തി നിശ്ചയിക്കും പറയാം, എവിടെയെങ്കിലും പറയട്ടെ, അയാൾ ഇതിന് പ്രതികരിക്കാറില്ല. 2 കോടി രൂപയാണ് വെള്ളാപ്പള്ളി സ്വന്തം തട്ടുകമായ കണിച്ചുകുളങ്ങര ബ്രാഞ്ചിൽ ഇപ്പോൾ കൊടുക്കാനുള്ളത്. ഞങ്ങൾ ചേർത്തല കുറേ പേര് അടച്ചു, ഇപ്പോഴും അടച്ചിട്ടില്ല. 2 കോടി രൂപ കണിച്ചുകുളങ്ങര 150-ൽ പരം കുടുംബങ്ങൾ ജപ്തിയിലാണ്. അവിടെ വീടിന് മുമ്പിലെ പൂങ്കാവ് ചുറ്റുപാടുള്ള സ്ഥലത്ത് കളിക്കാം. അപ്പോൾ നിശ്ചയിക്കട്ടെ. ഇനി മറ്റൊരു പ്രത്യേകം ഞാൻ കാണിച്ചിട്ട് അവിടുത്തെ ശരിക്കും SNDP യൂണിയന്റെ കണിച്ചുകുളങ്ങര യൂണിയന്റെ ആഫീസിന്റെ അക്കൗണ്ട് വരെ വെച്ചിരിക്കും. ഞാൻ കാണിച്ചാൽ അവിടുത്തെ സർക്കിളിൽ കോപ്പി എടുത്ത് എത്തിച്ചേരാം. കൊടുക്കാം. സർക്കിളിൽ പറയുന്നത് എന്താണെന്ന് പറയുന്നത് അറിയാം. SNDP യൂണിയൻ 2015 കണക്ക് കൊടുത്തിട്ടില്ല, ഇൻകം ടാക്സ് റിട്ടേൺ കൊടുത്തിട്ടില്ല. 2 കോടി 30 ലക്ഷം രൂപയാണ് ഒരു സാധാരണ യൂണിയനെ പെനാൽറ്റി അടിച്ചു കൊടുത്തിട്ടുണ്ട്. കേരളത്തിൽ എല്ലാം പിടിച്ചാൽ എന്തായിരിക്കും? കേരളത്തിൽ മറ്റു യൂണിയൻ്റെ അവസ്ഥ എന്തായിരിക്കും? 2 കോടി 30 ലക്ഷം രൂപ വെള്ളാപ്പള്ളിയുടെ സ്വന്തം യൂണിയനിൽ കളിച്ചു പഴയ അടച്ചിരിക്കാൻ അവർ സർക്കിൾ ചെയ്യാൻ തരാം. അടച്ചിട്ടില്ല, അതുകൊണ്ട് അക്കൗണ്ട് ഫ്രീസ് ചെയ്തു. ഇപ്പൊ നമ്മുടെ പുതിയ സെൻട്രൽ ഗവൺമെന്റ് നിയമപ്രകാരം ലാഭരഹിതമായി പ്രവർത്തിക്കുന്ന കമ്പനികളുടെ എല്ലാം വേണമെങ്കിൽ KYC പുതുക്കണം. KYC പുതുക്കാൻ എന്തൊക്കെ വേണ്ടത്? KYC പുതുക്കാൻ പാൻ നമ്പർ വേണം. അതുപോലെ തന്നെ അവരുടെ അവരുടെ ദർപ്പൺ രജിസ്ട്രേഷൻ എന്ന് പറയും. ദർപ്പൺ രജിസ്ട്രേഷൻ SNDPയുടെ രജിസ്ട്രേഷൻ കൊടുക്കണം, വരവ് ചെലവ് കണക്ക് കൊടുക്കണം, പിന്നെ ബൈല കൊടുക്കണം. SNDPയുടെ കണക്കോടെ ഇരിക്കും, SNDPയുടെ രജിസ്ട്രേഷൻ കണക്കുണ്ട്. ഇതൊന്നും കൊടുക്കാത്തതുകൊണ്ട് കേരളത്തിലെ ഏതാണ്ട് ഇനി എവിടെയെങ്കിലും അവിടെയെല്ലാം കള്ളക്കണക്ക് കൊടുക്കും. ഏതെങ്കിലും സ്ഥലത്ത് ഏതെങ്കിലും ബാങ്ക് ജീവനക്കാർ, ബാങ്ക് ഉദ്യോഗസ്ഥന്മാർ SNDPയുടെ KYC കൊടുത്താൽ ചോദിച്ചാൽ അവിടെ കൊടുക്കാൻ പറ്റില്ല. അതായത് സകല ബാങ്കുകളും വിവരാവകാശ പ്രകാരം ഏതെങ്കിലും ബാങ്കിനോട് ചോദിച്ചിട്ടുണ്ടോ? വിവരാവകാശം കൊടുത്ത ബാങ്കുകാർ തരില്ല. ഇപ്പം ഞാനിപ്പോൾ എൻ്റെ ശരി SNDPയുടെ ഞാൻ ചോദിച്ചപ്പോൾ അവർ മറുപടി തന്നിട്ടില്ല. ഇത് കണിച്ചുകുളങ്ങരെ പോലെ മറ്റൊരു സ്ഥലത്തും KYC പുതുക്കാൻ ശ്രമിച്ചിട്ടില്ല. അവിടെ എല്ലാം എനിക്ക് കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റ് സ്വാധീനം കൊണ്ട് ബാങ്കിലെ സ്വാധീനിച്ചുകൊണ്ട് KYC തരാതിരിക്കാൻ പറ്റില്ലല്ലോ. KYC നിങ്ങൾ തിരക്കില്ല, KYC ഇല്ല, ഇൻഫർമേഷൻ റൈറ്റ് ടു ഇൻഫർമേഷൻ ബാങ്ക് വരുമെന്ന് എനിക്കറിയില്ല. ബാങ്കിന് കൊടുക്കണം, പിന്നെ ബാങ്കിന് ഇല്ലെന്ന് പറയും, തരില്ലെന്ന് പറയുന്നത്. ഞാൻ കൊടുത്ത അവരുടെ ബാങ്കുകാർക്ക് അവരുടെ ഇടപാടിനെ കുറിച്ച് പറയണമെന്ന് പറഞ്ഞവർ. അത് പേഴ്സണൽ ലൈബിലിറ്റി ബാങ്കിന് അങ്ങനെ വകുപ്പുണ്ട്. ഞാനീ പറയുന്ന ഒന്നുകൂടെ ആധികാരികമായിട്ട് പറഞ്ഞ കേരളത്തിലെ ഏതെങ്കിലും ഒരു KYC കൊടുത്തൊരു യൂണിയൻ പറയട്ടെ. ഇവിടെ ഞങ്ങൾ KYC കൊടുത്തുകൊണ്ടാണ് പറഞ്ഞത്, ഞങ്ങൾ ഇൻകം ടാക്സ് റിട്ടേൺ കൊടുത്തുകൊണ്ടാണ് ഞങ്ങൾ ഒരു യൂണിയൻ എന്നെ കണ്ടിക്കേണ്ട ഒരാൾ KYC കൊടുക്കാതെ ബാങ്കുകൾക്ക് അക്കൗണ്ട് ഓപ്പറേറ്റ് ചെയ്യുന്നത് ആര്? ഞാൻ പറഞ്ഞ ഈ രാജ്യത്ത് എവിടെയാണ് നിയമം? ഏത് സ്ഥലത്ത് KYC കൊടുക്കാൻ നിങ്ങൾക്ക് അക്കൗണ്ട് തുടങ്ങാൻ പറ്റുമോ?
അതാ പറഞ്ഞത്, അത് കൊടുക്കാതെ അപ്പൊ ഈ നാട്ടില് ഒരൊറ്റ യൂണിയനിൽ പോലും KYC പുതുക്കൊണ്ടെങ്കിൽ ഇപ്പൊ എന്നെ കണ്ടിക്കല. ഞാനീ പറഞ്ഞ ഒരു പൊതുമാധ്യമത്തിൽ പറയുകയാണ്. ഇതുകൊണ്ടേ പറയുന്നത്, ഈ സാധാരണക്കാരൻ ആരുടെയും ചിന്തയിൽ പാവപ്പെട്ട SNDP-ക്കാരൻ്റെ മനസ്സിലേക്ക് വരുന്നില്ല. KYC പുതുക്കാതെ നമുക്ക് അക്കൗണ്ടിനോട് SNDP കൊടുത്തില്ല. ഞാൻ ഒന്നും കണ്ടല്ലോ, വെള്ളാപ്പള്ളി നടേശന്റെ തട്ടകത്തിലെ ബാങ്കിൽ എന്തുകൊണ്ട് KYC പുതുക്കാൻ പറ്റും? ആ ചോദ്യങ്ങൾ മറുപടി എന്തുകൊണ്ട് പുതുക്കാൻ പറ്റും? വെള്ളാപ്പള്ളി ഞാനല്ല കത്ത് തരാം, ഞാനല്ല പറയുന്നത്, വെള്ളാപ്പള്ളി നടേശൻ പറയട്ടെ എന്തുകൊണ്ട് എൻ്റെ സ്വന്തം കണിച്ചുകുളങ്ങരയിലെ ബാങ്ക് അക്കൗണ്ട് പുതുക്കാൻ അതുകൊണ്ട് സാധിക്കുന്നില്ല. ഇത് കണിച്ചുകുളങ്ങര വന്നപ്പോൾ ഈ എല്ലായിടത്തും നമ്മൾ കെട്ടി കേന്ദ്ര ഗവൺമെന്റിനോട് സ്വാധീനിച്ചുകൊണ്ട് എല്ലാ ബാങ്കിലും KYC ഇല്ല പ്രവർത്തിക്കുന്ന എൻ്റെ വിശ്വാസം. വെള്ളാപ്പള്ളി നടേശൻ ശരിക്കും എങ്ങനെ പുതുക്കാൻ പറ്റുന്നത്? വെള്ളാപ്പള്ളി നടേശൻ 2015 ശേഷം കണക്ക് കൊടുത്തിട്ടില്ല. കൊണ്ട് പറ്റുമോ? 2015 SNDP-യുടെ കണക്ക് കൊടുത്തില്ല KYC പുതുക്കാൻ പറ്റുമോ? SNDP-യുടെ ഹെഡ് ഓഫീസ് അക്കൗണ്ട് വേറെ കാണുമല്ലോ, അതിനുണ്ടോ? കൊടുത്തിട്ടില്ല. അതായത് പബ്ലിക് ഡൊമൈനിൽ കിട്ടുന്നല്ലേ. SNDP യോഗം 2015 ശേഷം കണക്ക് കൊടുത്തിട്ടില്ല. അപ്പൊ എങ്ങനെ KYC പുതുക്കണം? എങ്ങനെയാണ്? ഇൻകം റിട്ടേൺ കൊടുത്തിട്ടില്ല, വരവിലകൾ പാസ്സാക്കിയിട്ടില്ല. ഇത് ആരെങ്കിലും ഞാൻ പറയും, ഇതൊരു വെള്ളരിക്കപ്പെട്ടൊന്നാ പറയും. ശരിക്കും പറഞ്ഞാൽ ഇത് പറഞ്ഞാൽ ജനം വിശ്വസിക്കില്ലേ? നമുക്ക് ഈ പറയുന്നവർക്ക് എന്തോ അസുഖം പറയുന്നു അല്ലേ? ഇത് ആരെങ്കിലും ഈ പറഞ്ഞ നിങ്ങൾ സമുദായത്തെ തകർക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. ഞാൻ ഈ പറഞ്ഞ് തെറ്റാണെന്ന് തെളിയിക്കാൻ ഏതെങ്കിലും ഒരു യൂണിയൻകാരെ ഒരു ഇതുപോലെ തിരിച്ചുവിടും. നിങ്ങൾ ഇവിടെ വരെ ഇങ്ങോട്ട് വന്ന് പറയും, മറുപടി പറയാം, അല്ലെങ്കിൽ ഏതെങ്കിലും മാധ്യമത്തോട് പറയട്ടെ എനിക്ക് മറുപടി വരട്ടെ, ഞാൻ പറയുന്നത് തെറ്റാണെന്ന്. അല്ലെ ഇത് ഞാനീ പറയുന്നത് ഒരു സമുദായത്തെക്കുറിച്ച് വളരെ വളരെ ഡാമേജിങ് ആയ ഒരു പ്രസ്താവന ഞാൻ പറയുന്നത്. ഒരാൾ തിരിച്ചു പറയട്ടെ, എനിക്കെതിരെ ഈ കേസ് കൊടുക്കണ്ടേ? പറയാത്ത എന്തുകൊണ്ട് പറയുന്നു? ഇത് പറഞ്ഞൊരിക്കൽ എന്നെപ്പള്ളി പുറത്താക്കാൻ ശ്രമിച്ചു, എന്നെപ്പള്ളി സസ്പെൻഡ് ചെയ്തു. ഞാൻ കോടതിയിൽ പോയി, ഞാൻ ഉറച്ചു നിന്ന് കൊടുത്ത കേസിൽ പറഞ്ഞു ഞാൻ ഉറച്ചു നിൽക്കണമെന്ന് പറഞ്ഞു. വെള്ളാപ്പള്ളി നടേശൻ്റെ ഞാൻ അധികൃതമായിട്ട് ഇതുപോലെ സോഷ്യൽ മീഡിയയിൽ മോശം പറയുന്നതാണ്, അധിക്ഷേപിച്ചാണ് പറയുന്നത്. ഈ സോഷ്യൽ മീഡിയയ്ക്ക് അടുത്ത എല്ലാ കാര്യങ്ങളും ഞാൻ ഉന്നയിച്ച ആരോപണങ്ങളിൽ ഉറച്ചു നിൽക്കുന്നു എന്നാണ് മറുപടി കൊടുത്തത്. അതുകൊണ്ട് തെളിവ് തരാൻ തയ്യാറാണ്. പിന്നെ ആ വഴിക്ക് വന്ന് എന്നെ പുറത്താക്കുന്ന പരിപാടി ഒഴിച്ചുള്ളൂ. ഇവിടെ മനസ്സിലാക്കേണ്ടത്, കേരളത്തിലെ ഏതെങ്കിലും ഒരു ആൾ ഇതുപോലെ പറയാൻ രംഗത്തേക്ക് വരുന്നില്ല. അവിടെ എല്ലാം ഭയമാണ് മനസ്സിൽ വെച്ചിരിക്കുന്നത്. കാരണം ഈ പറഞ്ഞു കഴിഞ്ഞാൽ ഈ 103 യൂണിയനിലെ ഒരാൾ പോലും പറയില്ല, അതിൽ പുറത്തായവരും പറയില്ല, ഇനി അതിന് നേരത്തെ പോയവരും പറയില്ല. കാരണം അവരെല്ലാം രേഖപ്പെടുത്തും. മഹേശൻ പോലെ ആൾക്കാർ പെടും ഇതിനകത്ത് പറയും. ഇതിൻ്റെ പെടുമ്പോൾ ഈ വെട്ടിപ്പുകൾ മൈക്രോ ഫൈനാൻസിൽ പെടാത്തതില്ല, അമ്പ് കൊള്ളാത്തവരാരും ഇല്ല കുരുക്കളെന്ന് പറഞ്ഞില്ല. SNDP യോഗത്തിൻ്റെ ഭാരവാഹികളായ ഒരാൾ പോലും രക്ഷപ്പെടാത്ത അവസ്ഥയിലെ കാര്യം പോയിക്കൊണ്ടിരിക്കുന്നു. കൈ നടത്തിയിൽ ആരെങ്കിലും പങ്കില്ലാത്ത ഒരാൾ പോലും അതാരും മിണ്ടുന്നില്ല. ഇപ്പൊ ഈ പറയുന്ന അവർ പോലും എനിക്കെതിരാവും ഞാൻ ഈ പറയുന്നത്. ഇവിടെ വലിയ ഞാൻ പറയും, അതായത് ഈ നടക്കുന്ന ഓർഗനൈസ്ഡ് കറപ്ഷൻ വളരെ വളരെ ആസൂത്രിതമായി കേരളത്തിൽ നടന്ന ഈ 17 വെട്ടിപ്പാണ്. ഇത് വളരെ ഗുരുതരമായ വിഷയം മാത്രമല്ല, പ്രൊട്ടക്റ്റഡ് കൂടെയാണ്. അതെ, അവിടെയാണ് കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റ് ചെയ്യേണ്ടത്. അപ്പം ഞാൻ പറയും, ഇവിടെ ബാങ്കിലെ തട്ടിപ്പിനെ കുറിച്ച് പറഞ്ഞു, ഈ സാധനം പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ വെട്ടിപ്പാട്ട് വരും. അത് വലിയ ഒരു ക്രൈം ബ്രാഞ്ച് ഒന്നും പോകേണ്ടത്, ഒരു പോലീസുകാരൻ കയറിയിട്ട് 10 യൂണിയൻ പരിശോധിച്ചാൽ മാത്രം മതി. അതായത് ഈ 15,000 കോടി മൈക്രോ ഫിനാൻസ് കൊടുത്തതിൽ ഏതാണ്ട് ഇതിൻ്റെ തട്ടിപ്പെന്ന് പറഞ്ഞാൽ വളരെ വ്യാപകമാണ്. ഇപ്പൊ തന്നെ ഇതിൻ്റെ രണ്ടാമത്തെ തട്ടിപ്പ് എന്താണ്? ഇത് ഔദ്യോഗിക തട്ടിപ്പ്. രണ്ടാമത്തെ തട്ടിപ്പ് ഈ പൈസ വാങ്ങിയിട്ട് ബാങ്കിൽ അടക്കാതിരിക്കുക, അതായാലും വലിയ തട്ടിപ്പ്. തട്ടിപ്പിന്റെ പുറത്ത് തട്ടിപ്പ്. മറ്റത് യഥാർത്ഥ തട്ടിപ്പ്, തട്ടിപ്പിന്റെ പുറത്ത് തട്ടിപ്പ്. അതാണ് ഇപ്പോൾ കണ്ടില്ലേ 15 കോടിക്ക് മറ്റാണ് കോട്ടയത്തെ ജിസാറ്റ് ലേലത്തിൽ വെച്ചിരിക്കുന്നത്. കോട്ടയത്ത് ഇതുപോലെ അത് മൈക്രോ ഫിനാൻസ് കാശെടുത്താണ് കോളേജിൽ കൊടുത്തത്. അവർക്ക് ഇതുപോലെ 1 കോടി രൂപ അക്കൗണ്ടിൽ എടുത്ത് കൊടുത്തിരിക്കുന്നത്. എനിക്ക് മനസ്സിലായി, SNDP യോഗത്തിന്റെ പൈസ നിലവിൽ അധികാരമില്ലാത്തവർക്ക് 1 കോടി എടുത്ത് അവിടെ കൊടുത്തിരിക്കുന്നത്. ഇത്തരം ഗുരുതരമായ നിരവധിയായ പ്രശ്നങ്ങൾ നടുവിലാണ് നിൽക്കുമ്പോഴത്തേക്കാണ് ഇപ്പോൾ അദ്ദേഹം ഇതെങ്ങനെ പ്രശ്നം പരിഹരിക്കാമെന്നാണ് നിങ്ങളുടെ വിചാരം? ഞാൻ പറയും, ഇത് പരിഹരിക്കേണ്ട ആരാണ്? ഇതിനെക്കുറിച്ച് ഇന്നും അദ്ദേഹം പറയുന്നതാണ്. അദ്ദേഹം എത്രയോ ശബരിമലയെ കുറിച്ച് ഈ വിഷയത്തെക്കുറിച്ച് പറയുന്നില്ല. സംസാരം നടത്തി സ്വന്തം സമുദായത്തിന്റെ ആസ്ഥാന മതം ജപ്തിയെ കുറിച്ച് വെള്ളപ്പള്ളിയോടെയും മറുപടിയും കേൾപ്പിക്കാവുന്നതുണ്ട്. എവിടെയൊന്നും പറഞ്ഞു കേട്ടിട്ടുണ്ടോ? ഇല്ല. അദ്ദേഹം പറയുന്നത് എന്തൊക്കെ ലോകത്തിലുള്ള സകലത്തെക്കുറിച്ച് പറയുന്ന ആൾ പറയും, ഇതിനെക്കുറിച്ച് പറയുന്നില്ല. സ്വന്തം സമുദായത്തിന്റെ കൂടുതൽ ലോൺ കൊടുത്തിൽ വെട്ടിപ്പിന് എവിടെയെങ്കിലും അത് പറയാൻ പറ്റുന്നു? ഇതൊക്കെ അദ്ദേഹം ഇത് പറയേണ്ട, ഇദ്ദേഹം അയക്കേണ്ട ആളല്ലേ? അപ്പൊ ഇത് ഈ സമുദായത്തിൽ കഴിഞ്ഞ 6 വർഷമായി തെരഞ്ഞെടുപ്പിൽ ജനാധിപത്യത്തിൽ നിന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടത്താൻ പോയി. ഇപ്പോൾ കൂടിക്കൊണ്ട് എല്ലാ നിയമങ്ങളെയും കാറ്റിൽ പുറത്തിക്കൊണ്ട് അദ്ദേഹം പഴയ പോലെ 4-5 മനസ്സിലാക്കണ്ട. പഴയ പോലെ ഞാനും വാസന്തിയിൽ ലക്ഷ്മിയും പിന്നെ ഞാനും എന്ന് പറഞ്ഞാൽ എല്ലാ ബ്രാഞ്ചും വെള്ളാപ്പള്ളി കത്ത് കൊടുത്തിരിക്കും, നിങ്ങൾ എല്ലാ ശാഖയിൽ നിന്നും എനിക്ക് തിരഞ്ഞെടുക്കാൻ പറ്റി 10 പേരെ അയച്ചു തരാൻ പറയുക. അപ്പോൾ ഈ SNDP-യുടെ നിയമം 200 ഒരാൾ മതി. അപ്പോൾ മൊത്തം SNDP ഉണ്ടെങ്കിൽ ഒരു SNDP ശാഖ എത്രയുണ്ട്? 200 പേര്. ഒരാളെ അങ്ങോട്ട് അയക്കും, 4 പേർ, 2 പേരയക്കും. ഈ 2 പേരയക്കും. ഈ 2 പേർ തന്നെ ഇദ്ദേഹത്തിന് ആളെ വിളിച്ചിട്ട് ഒരു വോട്ടർ പട്ടിക ഉണ്ടാക്കിയിട്ട് അതിൽ വെച്ച് വീണ്ടും തിരഞ്ഞെടുപ്പ് നടത്താൻ പോകാം. സകല കോടതിയിൽ ഇതിനൊരു കേസുണ്ട്. ഇതൊന്നും അദ്ദേഹത്തിന് പ്രശ്നമല്ല, ഇതൊന്നും പ്രശ്നമാണ്. ഒരു പക്ഷേ കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളും സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഇവിടെ എന്ത് കൊള്ളയും നടത്താൻ തെളിവാണ്, ഒരു ഉദാഹരണമാണ് വെള്ളാപ്പള്ളി. വെള്ളാപ്പള്ളിയെ കുറിച്ചുള്ള കഥകൾ കുറയുകയല്ല കൂടുതലായി. അതാണ് ഏറ്റവും ഇവിടെ മനസ്സിലാക്കേണ്ട. പണ്ടത്തെ കൂട്ടല്ല. ഇനി നിങ്ങൾക്കും ഞങ്ങളെപ്പറ്റി ഇപ്പം എനിക്ക് ഞങ്ങൾക്ക് പറയാം, ഇനി പറഞ്ഞ കേരളത്തിലെ ഓരോ പൗരനും ഈ ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയുടെ പരമോന്നത അവാർഡ് കൊടുത്ത വ്യക്തി എന്നല്ല ഇയാൾ കാണിക്കപ്പെടുന്നത് പറയാൻ അവകാശമുണ്ട്.
അതുകൊണ്ട് ഞാൻ പറയുന്നത് എല്ലാ മാധ്യമങ്ങളും എല്ലാവരും ഈ രംഗത്തേക്ക് വന്ന് ഈ കാര്യം ശരിയോ തെറ്റും ഞങ്ങൾ പറഞ്ഞത് തെറ്റാണെന്ന് എന്നെ തെറ്റാന്ന് പറഞ്ഞു ഞാൻ പറയുന്ന അനാവശ്യമാണെങ്കിൽ എനിക്ക് നടപടിയെടുക്കണം എൻ്റെ അഭിപ്രായം. എന്തുകൊണ്ട് പറയുന്നില്ല? ഇതിലൊക്കെ ഒരു രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് നിങ്ങൾ കാണണം. ഇങ്ങനെ ക്ലൗട്ട് എവിടുന്നാണ് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എസ് എൻ ഡി പിയുടെ വോട്ടാണ് ബി ജെ പി പ്രതീക്ഷിക്കുന്നത്. എസ് എൻ ഡി പി ഇൻഡാക്റ്റായിട്ട് ഇപ്പോൾ സി പി എമ്മിൻ്റെ കൂടെ നിന്നാൽ ബി ജെ പിക്ക് ഇവിടെ കാര്യമായിട്ട് വളരാൻ പറ്റും. അവരുടെ നായന്മാരെ കൊണ്ട് മാത്രം പോകാനേ പറ്റുള്ളൂ. അപ്പോൾ എസ് എൻ ഡി പിയുടെ വോട്ട് കിട്ടാനുള്ള മാർഗ്ഗമുള്ളൂ. അത് അന്വേഷിച്ച് നടക്കുന്നതിനിടയ്ക്ക് ബി ജെ പിക്ക് കിട്ടിയിരിക്കുന്ന ഏറ്റവും നല്ല ആയുധമാണ് മൈക്രോ ഫിനാൻസ് തട്ടിപ്പ്. അപ്പോൾ എനിക്ക് പറയാനുള്ള ഒറ്റ അപേക്ഷയുള്ളൂ, ഈ മൈക്രോ ഫിനാൻസ് ഞാൻ പറഞ്ഞ 2000 അച്യുതാനന്ദൻ്റെ കോടതി കിടക്കുന്നത് വേറെ ആ കേസ് അങ്ങനെ അതങ്ങനെ കിടക്കട്ടെ. ഇത് ഞാൻ പറഞ്ഞു ഇവിടെ ഇത് ശരിക്കും പറഞ്ഞാൽ പിണറായി വിജയൻ അത് കേന്ദ്ര ഗവൺമെൻറ് പിണറായി വിജയൻ്റെ ഒരു പോലീസ് കേസ് അന്വേഷിച്ച് കഴിഞ്ഞാൽ ഈ കേരളത്തിലെ 150 യൂണിയനിൽപ്പെട്ട ഭാരവാഹികളെ അറസ്റ്റ് ചെയ്യപ്പെടും. മിനിമം 750 പേർ അറസ്റ്റ് ചെയ്യപ്പെടും മിനിമം. ഇത് അറിയപ്പെടാൻ ആരെങ്കിലും തയ്യാറായി? അതായത് അതുപോലെ തന്നെ ഈ കേരളത്തിലെ ഒരു യൂണിയനിൽ പോലും തെരഞ്ഞെടുക്കേണ്ട ഭാരവാഹികളില്ല. ഒന്നതല്ല, മുഴുവൻ സാമ്പത്തിക ഇടപാടുകളും ഫ്രീസ് ചെയ്യും. അത് ഇങ്ങനത്തെ ഒരു ഇതാണ് പറഞ്ഞ് പേടിപ്പിക്കുക. ഇത് ഗുരുതരമായ വിഷയത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാനിപ്പോൾ ഇത് സംഭവിക്കുന്നത് ഇത് ആരും മനസ്സിലാക്കില്ല. ഇത് ആരും ഇതിൽ ശ്രദ്ധയിലേക്ക് വരാത്തത് കൊണ്ടാണ് ഗുരുതരമായ വിഷയം വളരെ ഗുരുതരമായ വിഷയങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ കഴിയുമാറായിട്ടെന്ന് മാത്രമേ എനിക്ക് ഇതിനെക്കുറിച്ച് പറയാം. അപ്പോൾ നമുക്ക് കാണാം, വീണ്ടും ഇതിൻ്റെ ഫർദർ ഡെവലപ്മെൻറ്റ്സിനെ കുറിച്ച് വീണ്ടും നമുക്ക് ചർച്ച ചെയ്യാം. നമസ്കാരം.